അവിടെ ഒരു ക്യാമ്പ് കത്തിയെന്ന് പറഞ്ഞത് ആരുടെ ക്യാമ്പ്, ഏത് ക്യാമ്പ് കത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ശരിക്കും വിളിക്കുന്നത്. അപ്പോഴും മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, കോൾ ആരും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഡൗട്ട് കാരണം ഞാൻ തിരക്കി ഏത് ക്യാമ്പാണ് കത്തിയെന്ന് നോക്കുമ്പോൾ 4-ാം ക്യാമ്പെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത്. എനിക്കിവിടെ ആരോടും പറയാൻ പറ്റാത്തതുകൊണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ മകൻ ചാടി അതോ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നാണ്. ഞങ്ങളെ കുടുംബത്തിൽ വന്ന വലിയൊരു ദുരന്തമാണിത്. ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ കുടുംബത്തിൻ്റെ നെടുത്തൂണെന്നൊക്കെ പറയില്ല, അതായിരുന്നു ഞങ്ങളുടെ കുട്ടി. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശിയായ അരുണിൻ്റെ വീട്ടിലാണ്. 37 വയസ്സുകാരനായ അരുണും ഈ സംഭവത്തിൽ, ഈ തീപിടുത്തത്തിൽ മരിച്ചിരുന്നു. എന്തായാലും വലിയ ദുഃഖത്തോടു കൂടിയാണ് ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും അരുണിൻ്റെ ഭാര്യയും അമ്മയും മക്കളും എല്ലാം തന്നെ നിൽക്കുന്നത്. എൻ്റെ സ്വന്തം വീടാണ് ഇത്. അരുണിൻ്റെ കുടുംബ വീടാണിത്. അവന് വീടൊന്നുമില്ല. ഒരു 10-15 ലക്ഷം രൂപ മോന് കടമുണ്ട്. അതും വീട്ടിൽ ഒരു വീടും വയ്ക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് കയറി വന്നത്. അത് ഇങ്ങനൊരു ദുരന്തത്തിൽ അവസാനിച്ചു. വാർത്ത കേട്ടപ്പോൾ എന്തായിരുന്നു? വാർത്ത കേട്ട ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, കുവൈറ്റിൽ. എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു 5 ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് ഈ ക്യാമ്പുള്ളത്. അപ്പോൾ ഞാൻ ഡെയിലി അവനെ കാണും. എല്ലാ ദിവസവും രാവിലെ അവൻ ഞങ്ങളെ വിളിക്കും. അപ്പോൾ അന്ന് വിളിക്കാത്തത് കൊണ്ട് അവിടെ ഒരു ക്യാമ്പ് കത്തിയെന്ന് പറഞ്ഞത് ആരുടെ ക്യാമ്പ്, ഏത് ക്യാമ്പ് കത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ശരിക്കും വിളിക്കുന്നത്. അപ്പോഴും മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, കോൾ ആരും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഡൗട്ട് കാരണം ഞാൻ തിരക്കി ഏത് ക്യാമ്പാണ് കത്തിയെന്ന് നോക്കുമ്പോൾ 4-ാം ക്യാമ്പെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത്. എനിക്കിവിടെ ആരോടും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് മകനെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം വരെ അന്വേഷിച്ചിട്ടും അവനെപ്പറ്റി ഒരു വിവരമില്ല. കമ്പനിയിൽ വിളിച്ചപ്പോൾ അവൻ മിസ്സിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എൻ്റെ മകൻ ചാടി അതോ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നാണ്. കാരണം അന്നേരം ഇവർക്ക് ഡോക്യുമെൻ്റ് ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടാത്തതായിരുന്നു വിചാരിച്ച് ഞാൻ സമാധാനിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ അവനെ മോർച്ചറിയിൽ നിന്നാണ് കണ്ടത്. അതിനവിടെ എന്തായിരുന്നു ജോലി? പർച്ചേസറായിരുന്നു. NBTC കമ്പനിയുടെ പർച്ചേസറായിരുന്നു. ഷോപ്പ് അഡ്മിനായിരുന്നു അവൻ. വിവാഹം കഴിഞ്ഞതാണ്. ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളും. മൂത്താളിന് 14 വയസ്സായി, ഇളയാളിന് 3 വയസ്സുമായി. അവർ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. അവർ ഇന്നിപ്പം വരും, ബോഡിയെടുപ്പം അവരും വരും. അനിയനും ഉണ്ട് ഇവിടെ. ഇത് അവൻ്റെ ഇളയ സഹോദരി മരിച്ചിട്ട് 10 വർഷമാകുന്നുള്ളൂ. അതിൻ്റെ മുറിവുണങ്ങുന്നതിന് മുമ്പേ ഞങ്ങളെ കുടുംബത്തിൽ വന്ന വലിയൊരു ദുരന്തമാണിത്. ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ കുടുംബത്തിൻ്റെ നെടുത്തൂണെന്നൊക്കെ പറയില്ല, അതായിരുന്നു ഞങ്ങളുടെ കുട്ടി. ഞങ്ങളെ തലയെടുക്കേണ്ടവൻ ഞങ്ങൾക്ക് മുമ്പേ പോസ്റ്റ് കയറിയിരിക്കുന്നു. വേറൊന്നും പറയാനില്ല. വേറെ ആഗ്രഹിച്ചിട്ടാണോ കുവൈത്തിലേക്ക് പോയത്? അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനൊരു വീട് വയ്ക്കുക. അല്ലാണ്ട് വീട് വെച്ചാൽ തിരിച്ചു വന്ന് ഇവിടെ നിൽക്കാമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അമ്മ കടവും വീട്ടിൽ ഞാനൊരു വീടും, ഒരു ചെറിയ വീടും വെച്ചിട്ട് നമുക്കിവിടെ നിൽക്കാം അമ്മ, എനിക്ക് നിങ്ങളാരെയും വിട്ട് നിൽക്കുന്ന ഇഷ്ടമല്ല അമ്മ എന്ന് എപ്പോഴും പറയുമായിരുന്നു. കടമുണ്ടായിരുന്നു? ഒരുപാട് കടമുണ്ട്. കാരണം ഈ കോവിഡ് സമയത്ത് അവൻ ഇവിടെ ആയിപ്പോയായിരുന്നു. അതിനു മുമ്പും അവൻ ഈ കമ്പനിയിൽ തന്നെയായിരുന്നു 8 വർഷമായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിച്ചു വരായിരുന്നു. അപ്പം കോവിഡ് വന്ന ഒരു 3-4 വർഷം അവന് നാട്ടിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ഒരുപാട് കടമായിപ്പോയി. ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് പണം ഒരാളുടെ കൈ കൊടുത്തിട്ട് പുള്ളിക്കാരൻ പറ്റിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ കുറേ ലോണും കാര്യങ്ങളും വാങ്ങിച്ച, ഈ വീട് വയ്ക്കാൻ വാങ്ങിച്ച വസ്തു തന്നെ ലോണിനാണുള്ളത്. അപ്പോൾ അതിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ അവിടെ ആ സ്ഥലത്തൊരു വീട് വെച്ചിട്ട് തിരിച്ചു വരാം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മോൻ്റെ കൂടെ വന്നത്. 7 മാസങ്ങൾക്ക് മുൻപാണ് അരുൺ കുവൈത്തിലേക്ക് പോയത്. അദ്ദേഹത്തിന് 15 ലക്ഷത്തോളം രൂപ നാട്ടിൽ കടമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ കടങ്ങളെല്ലാം തന്നെ വീട്ടി അദ്ദേഹത്തിന് സ്വന്തമായൊരു വീട് പണിയണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം കുവൈത്തിലേക്ക് പോയത്. എന്നാൽ ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവത്തിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന അരുണിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും തന്നെ, ഉറ്റ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ പറയുകയും ചെയ്യുന്നു. എന്നാലും ഏറെ ദുഃഖത്തോടു കൂടിയാണ് ഈ ഒരു വാർത്ത ഇവർ കേട്ടിരിക്കുന്നത്. എന്തായാലും ഒരു നാടിനെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് അരുൺ യാത്രയായിരിക്കുന്നത്. അരുൺ ഈ നാട്ടിൽ അറിയപ്പെടുന്നത്
സാബു എന്നാണ്. എന്തായാലും അരുൺ ഈ വീടിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം വീട് പണിയാനായി സ്ഥലം വാങ്ങിയിരിക്കുന്നത്. എന്നാൽ ആ സ്ഥലത്ത് വീട് പണിയാൻ സാധിക്കാതെ അദ്ദേഹം ഇപ്പോൾ ഈ മണ്ണിൽ നിന്നും യാത്രയായിരിക്കുകയാണ്. കടം വീട്ടി വീട് വയ്ക്കാൻ വേണ്ടിയാണ് അരുൺ കുവൈത്തിലേക്ക് പോയത് എന്ന് ബന്ധുക്കളും പറയുന്നു. കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു അരുൺ. NBTC കമ്പനിയിൽ ഷോപ്പ് അഡ്മിൻ ആയിരുന്നു അദ്ദേഹം. 2 ദിവസമായി ഫോണിൽ കിട്ടാതെ ആയതോടെ കുടുംബം പരിഭ്രാന്തിയിലായി, ആശങ്കയിലായിരുന്നു. ഇടുത്തി പോലെയാണ് ഈ ഒരു മരണവിവരം ഈ ബന്ധുക്കളെയും തേടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഏറെ ദുഃഖത്തോടു കൂടിയാണ് ഈ കുടുംബം നിൽക്കുന്നത്. മറ്റ് കേരളത്തിലെ നിരവധി പ്രവാസികൾ ഇത്തരത്തിൽ മരണത്തിന് ഇരയായിരിക്കുന്നു. എന്തായാലും കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അരുണിൻ്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ദുഃഖത്തിലാണ് ഉള്ളത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.